പാടാറില്ലെന്ന് ഫാസോ. എന്തായാലും ഇൻഷാ അള്ളാ ഞാൻ രണ്ടു വരി പിന്നെ കൊണ്ട് തുടങ്ങാം ഇൻഷാ അള്ളാ. اللهم صل على سيدنا ومولانا محمد. اللهم صل على سيدنا ومولانا محمد وعلى آله وصحبه وبارك وسلم. അത് പോട്ടെ. അപ്പം പാട്ടിന്റെ മുമ്പുള്ള സ്വലാത്താണ് കേട്ടത്, പാട്ടല്ല. الصبح بدا من طلعته والليل دجى من مفرته. الصبح بدا من طلعته والليل دجى من مفرته. الله 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 الله. فاق الرسل فضلا وعلا أهدى السبل لدلالته. فاق الرسل فضلا وعلا أهدى السبل لدلالته. الصبح بدا من طلعته والليل دجى من وفرته. الله 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 الله. كنز الكرم مولى النعم هادي الأمم لشريعته. كنز الكرم مولى النعم هادي الأمم لشريعته. الصبح بدا من طلعته والليل دجى من وفرته. الله 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 الله. أزكى النسب أعلى الحسب كل العرب في خدمته. أزكى النسب أعلى الحسب كل العرب في خدمته. الصبح بدا من طلعته والليل دجى من وفرته. الله 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 الله. جبريل أتى ليلة أسرى والرب دعاه لحضرته. جبريل أتى ليلة أسرى والرب دعاه لحضرته. الصبح بدا من طلعته والليل دجى من وفرته. الله 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 الله. نال الشرف والله عفا أما السلف من أمته. نال الشرف والله عفا أما السلف من أمته. فمحمدنا هو سيدنا
فالعز لنا لإجابته فمحمدنا هو سيدنا فالعز لنا لإجابته الصبح بدا من طلعته والليل دجى من وفرته الله 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 الله. അപ്പം ഇതിവിടെ അവസാനിച്ചു. ഏതായാലും കുരുന്നുകൂട്ടം ഈ പാട്ടോടുകൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഇസ്തിഖാമനെ കാണില്ലല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ കുരുന്നുകൂട്ടത്തിലെ ഇന്നത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഉടനെ എത്തും. ക്ലാസ് റൂമിലുള്ളവരൊക്കെ പെട്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്ത് പിന്നെ മുന്നോട്ട് വരണം. ഏറ്റവും ഉഷാറുള്ള ആളുകളാണ് പിന്നെ ഏറ്റവും ആദ്യം റൈസ് ഹാൻഡ് ചെയ്യാം. എന്താണ് ആരും റൈസ് ഹാൻഡ് ചെയ്യാത്ത ആരും ഉഷാറല്ലേ? ഇവിടെ നമ്മൾ മാഷാ അല്ലാഹ് SKSS പാറക്കടവ് റൈസ് ഹാൻഡ് ചെയ്ത് പിന്നെ താഴ്ത്തരുത്. കുട്ടികളൊക്കെ ഒന്ന് പിന്നെ റൈസ് ഹാൻഡ് ചെയ്ത് വരി. നമ്മള് പാട്ട് തുടങ്ങാൻ സമയമായി. ഇനിയും വൈകിച്ചാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും പാടാൻ സമയം കിട്ടൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആരും കൈ പൊന്തിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ പിന്നെ വേറെ കുറെ ആളുകൾ കയറി മൈക്കില് പാടാൻ തുടങ്ങട്ടോ. കോഴി ബിരിയാണിയുടെ മയക്കത്തിലാണെന്നോ പഠിച്ചോന്. ഏതായാലും ഇൻഷാ അല്ലാഹ് അൽ-ഇസ്തിഖാമ റൈസ് ഹാൻഡ് ചെയ്ത് മേലക്ക് വരി. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അൽ-ഇസ്തിഖാമ പറ്റിയതേ ഉള്ളൂ. ആഹാ ഓക്കെ റെഡി. അൽ-ഇസ്തിഖാമ എത്തിക്കഴിഞ്ഞു. കുട്ടികളൊക്കെ ഇവിടെ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും കുഞ്ഞുണ്ണി മാഷ പിന്നെ മാഷ എത്തിയിട്ടുണ്ട്. കുട്ടികളെവിടെ? കുട്ടികളെ കാണില്ലല്ലോ. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലൻ നബിയിൽ കരീം. വബഅദ്. സ്നേഹം നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട കുരുന്നുമക്കളെ, റേഡിയോ ശ്രോതാക്കളെ, ആഷിഖ് നബി ഉസ്താദ് മൈക്കില് പിന്നെ നിന്നിട്ട് അല്ല ഫാസ് വൈലിയൊക്കെ ഉണ്ട്. ഫാസ് വൈലിനെ പോലുള്ള ആളുകൾ മൈക്കിൽ വരാത്തോണ്ടാണ് കുട്ടികളൊക്കെ പിന്നെ പലരും റൈസ് ഹാൻഡ് ചെയ്യാത്തത് എന്ന് PM-കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാസ് വൈസി ഉസ്താദ് വന്നാലേ ഞങ്ങള് മൈക്കിൽ വരുള്ളൂ എന്നാണ് കുട്ടികളൊക്കെ. എന്താ എഴുതിക്കണ്? സെല്ലാബിന് എന്താ എഴുതിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എന്താ സാധനം? മാഷാ അല്ലാഹ് മുസമ്മിൽ അവിടെ താഴെ ഉണ്ടല്ലോ. ഞാൻ ഇനി ഓരോരുത്തരും പേരെടുത്ത് വിളിക്കേണ്ടിരുന്നത് തോന്നണം അല്ലേ? ഞാനിനി മാഷാ അല്ലാഹ് ഐഡിയൊക്കെ മാറിയിരിക്കുകയാണ്. അബൂനിജു ഐഡിയ മാറിയിരിക്കുന്നുണ്ട്. ചെറിയ ഐഡിയ ആക്കിയിട്ടുണ്ട്. യൂനുസ് ഫൈലി വെട്ടുപാറ. എവിടെ മുസമ്മിൽ മോൻ? എവിടെ മുസമ്മിൽ മോൻ? ഇന്ന് ആരാണ് ആദ്യം റൈസ് ഹാൻഡ് ചെയ്ത് വരാൻ നോക്കാം? ഇന്ന് ജിദ്ദയാണോ അബുദാബിയാണോ അതന്നെ നാട്ടിൽ നിന്നാണോ? അല്ലെങ്കിൽ പിന്നെ സൈനുലാബിദ്ദീനൊക്കെ ആണ്ട് പാട്ട് തുടങ്ങും. സൈനുലാബിദ്ദീൻ ഉസ്താദൊക്കെ പാട്ട് തുടങ്ങും. പ്രായമായതുകൊണ്ട് വയസ്സായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ മാഷാ അല്ലാഹ് ദുർദുർ വന്നിട്ടുണ്ട്. കേസിയൊന്നും കൈയൊന്തി കണ്ട. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിരിക്കണ്. തന്താര് പിന്നെ ഔട്ട്, ഗെറ്റ് ഔട്ട്. മാഷാ അല്ലാഹ് ദുൽദുർ വന്നിട്ടുണ്ട്. ഇനി ആരാ? സിനാൻ മോന് ശബ്ദം കേൾക്കുന്നുണ്ടാ? ഇനി ഓരോരുത്തരും പേരെടുത്ത് വിളിക്കേണ്ടിരുന്നു തോന്നണേ. ഷാക്കിറുലൂമി വന്നാ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടി വരും. ഷാക്കിറുലൂമി ഉസ്താദേ ലൈവ് തന്തക്കൂട്ടം
ആക്കേണ്ടി വരുമ്പോ പറഞ്ഞാലേ മൈക്കില്ലേ, എന്നാ തിരൂരിന്നൊരു മൈക്ക് കൊടുത്തുവിടേ. തിരൂരിന്നൊരു മൈക്ക്, അല്ലെങ്കിൽ തോട്ടക്കാടിന്റെ കയ്യിൽ ഇഷ്ടം പോലെ മൈക്കുണ്ട്. ജിദ്ദയിലല്ലേ മുസമ്മിൽമാന്? ജിദ്ദയിലല്ലേ മുസമ്മിൽമാന്? ജിദ്ദയിലല്ലേ? പെട്ടെന്നൊരു മൈക്ക് സംഘടിപ്പിക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കിന് നാട്ടിന്നാണ്. ആഹാ, കോട്ടക്കല്. അത് ശരി, മാഷാ അല്ലാ. അപ്പൊ ദുൽദുൽ ഇങ്ങനെ കൈ പൊന്തിച്ചിക്കാണ് അല്ലേ? അപ്പൊ എന്നാ മുസ്തഫ ഉദവി ഉസ്താദ് ഇൻഷാ അല്ലാ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇനി ഫവാസ് വൈലി ആയിരിക്കും പിന്നെ ഇത് നമ്മുടെ കൂട്ടൊക്കെ നയിക്കുക. കാരണം എനിക്ക് ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന്. മേഖല ആലത്തിയൂർ മേഖലന്റെ SKSF മീറ്റിംഗ് ഉണ്ട്. കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള പ്രഥമ മീറ്റിംഗ് ആണ്. ഇന്ന് പോയിട്ടില്ലെങ്കിൽ വളരെ മോശമാവും. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ദുൽദുൽ, എന്റെ മൈക്ക് എന്താ ജനലബിന്റെ മൈക്ക് വേണോ? ദുൽദുൽ ഇൻഷാ അല്ലാ നല്ലൊരു പാട്ട്, നല്ല ഒരു പിന്നെ നല്ല രസമുള്ള ഒരു പാട്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുൽദുൽ എന്ന ഐഡിയിലുള്ള കുട്ടീന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഹസൻ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒരു കഥ പറയാം. കഥയുടെ പേര് ഒന്നാമൻ. പണ്ടുകാലത്ത് അറിവ് നേടാൻ ഉദ്ദേശിക്കുന്നവർ പണ്ഡിതനായ ഉസ്താദിനെ സമീപിച്ച് അദ്ദേഹത്തോടൊപ്പം പാർത്തു പഠിക്കുന്നതായിരുന്നു പതിവ്. ഇത്തരം ഒരു മദ്രസ ജീലാൻ എന്ന പ്രദേശത്തുണ്ടായിരുന്നു. അവിടുത്തെ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ സാമർത്ഥ്യം ഞാൻ പരീക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ മത്സരിച്ചു ജയിക്കണം. ഏറ്റവും മിടുക്കനായ കുട്ടിയെ ഞാൻ എന്റെ പ്രധാന ശിഷ്യനായി പ്രഖ്യാപിക്കും. അയാൾക്ക് സമ്മാനവും നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ കഴിവനുസരിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് അവനവന്റെ കിടപ്പുമുറി അലങ്കരിക്കണം. കുട്ടികൾക്കെല്ലാം സന്തോഷമായി. അവർ സ്വന്തം മുറികൾ മത്സര ബുദ്ധിയോടെ അലങ്കരിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൗതുക വസ്തുക്കളും അവിടെ കിട്ടാവുന്നവയും ഒക്കെ അലങ്കാരത്തിനായി അവർ ശേഖരിച്ചു. അലങ്കാരം പൊടിപ്പൊടിക്കുകയാണ്. കൂട്ടത്തിൽ അബ്ദുൽ ഖാദിർ എന്ന വിദ്യാർത്ഥി മാത്രം ഒരു തത്രപ്പാടുമില്ലാതെ കഴിഞ്ഞു. ആ ബാലൻ തന്റെ മുറി നന്നായി തുടച്ചു വൃത്തിയാക്കി. ഒരു മെഴുകുതിരി കത്തിച്ചു മധ്യത്തിൽ വെച്ചു. അത്രമാത്രം. അലങ്കാരത്തിന്റെ കോലാഹലം കഴിഞ്ഞു. ഉസ്താദ് ഓരോ മുറിയും പരിശോധിക്കാൻ തുടങ്ങി. 1ാം സ്ഥാനം തനിക്കു തന്നെ കിട്ടണമെന്ന് എല്ലാവരും കൊതിച്ചു. ഉസ്താദ് അബ്ദുൽ ഖാദിറിന്റെ മുറിയിലെത്തി. അവിടെ മറ്റു അലങ്കാരമൊന്നുമില്ല. മുറിയുടെ ഒത്ത നടുവിൽ പ്രകാശം ചൊരിയുന്ന ഒരു മെഴുകുതിരി മാത്രം. അബ്ദുൽ ഖാദിർ, ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് മുറി അലങ്കരിക്കാനാണല്ലോ ഞാൻ പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞു. വന്യ ഗുരുവേ, വെളിച്ചത്തെക്കാളും അമൂല്യ വസ്തു മറ്റൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. ഹൃദയത്തിലെ ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചം തേടിയാണല്ലോ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത്. ഉസ്താദിന് സന്തോഷമായി. അദ്ദേഹം ഹാർദമായി പുഞ്ചിരിച്ചു. എന്നിട്ട് അബ്ദുൽ ഖാദിറിനെ ചേർത്തു പിടിച്ച് ഉമ്മ വെച്ചു. മോനെ, നീ തന്നെയാണ് വിജയി. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കു ലഭിക്കും. ഉസ്താദ് ആശീർവദിച്ചു. മറ്റു കുട്ടികൾക്ക് അവരുടെ വിഡ്ഢിത്തരങ്ങൾ അപ്പോൾ മാത്രമേ ബോധ്യമായുള്ളൂ. കൂട്ടുകാരെ, ഉസ്താദിനെ പോലും വിസ്മയിപ്പിച്ച മിടുക്കനായ ആ ബാലനാണ് പിന്നീട് ഗൗസുൽ ആളം എന്ന് ലോകമെങ്ങും ഖ്യാതി നേടിയ അബ്ദുൽ ഖാദിർ ജീലാനി
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുകളുടെ വർദ്ധത്തിനാൽ ഇരുലോകത്തും അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. എനിക്കും എന്റെ കുടുംബത്തിനും ദുആ ചെയ്യും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, സൂപ്പർ ആയിട്ടുണ്ട്. മബ്രൂക്ക്, അൽഫ് മബ്രൂക്ക്. ഹസൻ മോനെ നല്ല ഉഷാറാക്കിയിട്ട് നല്ലൊരു കഥ. ആരുടെ കഥയായിരുന്നു? മുഹ്സിൻമാനൊക്കെ ഉണ്ടെങ്കിൽ റൈസ് ആൻഡ് ചെയ്തു. രണ്ട് ശബ്ദം കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ റൈസ് ആൻഡ് ചെയ്തിട്ട്. മാഷാ അല്ലാഹ്. ആദിൽ ഒക്കെ എത്തിയിട്ടുണ്ട്. ആദിൽ ബുറൈദ, അടിയിലുള്ള ആദിൽ മോൻ മർക്കസിലെ താൽക്കാലിക ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പ്രവാസ ലോകത്തേക്ക് പോയതാണ്. മൈക്കിൽ വരുന്നു പ്രതീക്ഷിക്കുന്നു. SSLC ഒക്കെ പാസ്സായിട്ടുണ്ട്. സന്തോഷം പങ്കുവെക്കാൻ മൈക്കിൽ വരുന്നു കരുതുന്നു. അപ്പൊ ആരുടെ കഥയായിരുന്നു? അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു അൻഹു. ഏതായാലും ഉഷാറായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല സ്വാലിഹായ കുട്ടിയാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ഉപകാരം ചെയ്യുന്ന നല്ല കുട്ടിയാക്കട്ടെ. ദുൽദുലിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് നവറല്ലാഹു മർഖദ മഹാനവർകളുടെ പേരക്കുട്ടി കൂടിയാണ് ആ ഐഡിയിൽ പാടിയത്. മാഷാ അല്ലാഹ്, മബ്റൂക്ക് മബ്റൂക്ക്. ആരാ എത്തിയിട്ടുള്ളത്? ആ നീല ഐഡി പൊങ്ങാൻ ഇത്ര താമസം. ഏതായാലും വിശാല ശബ്ദം കേൾക്കുന്ന കുട്ടികളൊക്കെ റൈസ് ഹാൻഡ് മുകളിൽ വരിക. ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് മുനീർ, 1971. നല്ലൊരു പാട്ടൊക്കെ പാടും, കഥ പറയും ഒക്കെ നമുക്ക് കരുതാം. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? അസ്സലാമു അലൈക്കും. ഞാനൊരു പാട്ട് പാടാം. نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله. اسمع دعوات الأمة أنت دافع بأساء دنيا نشكو إليك شكاوينا هادي بنورك يا الله أنت هادي بنورك يا الله نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله. حازت قلبي في الرغبة أنا مشتاق إلى نعم الله ذلت قدني بنا المنة فطلبت الحوق من جنة وطلبت الحوق من جنة نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله. حسن مرادا يا الله ويريد جوابا منك الله ربتنا في راك الله وتقبل أعمالا منا وتقبل أعمالا منا نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا دوما ونصلي على رسول الله. السلام عليكم. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. മുനീർ 1971. ഐഡിയിൽ പാടിയ കുട്ടിന്റെ പേരെന്താ? മുനീർ തന്നെയാണോ? പേരെന്താ ടൈപ്പ് ചെയ്തേ? മുനീർ 1971 എന്നുള്ള ഐഡിയിലുള്ള മാജിദാമോളാണ് പാടിയത് അല്ലേ? മാഷാ അല്ലാഹ്. മാജിദാമോൾ നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാ?
ആഹാ, മലപ്പുറത്താണ്. അത് ശരി. ഏതായാലും നല്ല ഉഷാറായിട്ട് പാടുന്നുണ്ട്. അപ്പൊ പാടിയവർ ഒരു പ്രാവശ്യം പാടിയവർക്ക് ഇനിയും പാടാട്ടോ. ഒരു പ്രാവശ്യം പാടിയവർക്ക് പാട്ട് പാടാ, കഥ പറയാ. ഒരു പ്രാവശ്യം പാടിയവർക്ക് പിന്നെ കഥ പറയാ, കഥ പറഞ്ഞവർക്ക് പാട്ട് പാടാ. ഇൻഷാ അല്ലാഹ്. ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട് മാജിദ് നമ്മളുടെ പാട്ട്. ഫൈസൽ ഹുദവി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണമെന്ന് അറിയിക്കുകയാണ്. ഫൈസൽ ഹുദവിയോടെ ഉണ്ടോ? ഫൈസൽ ഹുദവി. ഫൈസൽ ഹുദവിയൊക്കെയാണ് കുരുന്നുകൂട്ടത്തിന്റെ ആളുകൾ. തുർക്കിയിൽ നിന്നുള്ള നമ്മുടെ ഫൈസൽ ഹുദവി ശബ്ദം കേൾക്കുന്നുണ്ടാ? ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ല, തുർക്കിയാന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒന്ന് മുകളിൽ വരും ഇൻഷാ അല്ലാഹ്. അങ്ങള് അവിടെ താഴത്ത് ഇങ്ങനെ ഇരുന്നോളിട്ടാ. ഷാജി ഹംദുസ്താദ്, ബഹുമാനപ്പെട്ട ഷാജി ഹംദുസ്താദ് അവിടെ ഇങ്ങനെ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇനി അടുത്ത ആളാരാണ് നമുക്കൊക്കെ പിന്നെ സുപരിചിതനും നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാമായ സിനാൻ മോന്, ഹാഫിസ് സിനാൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ പിന്നെ ഹിഫ്ലിലുള്ള കഴിവ് നിലനിർത്തുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യാണ്. ഏതായാലും സിനാൻ മോന് നല്ലൊരു പാട്ട് യുംനമോള് ഉണ്ടാകും ഐഡിയിൽ എന്ന് കരുതുന്നു. അഷ്റഫ് അലി ഉസ്താദ് പാട്ടുപാടാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് തന്തക്കൂട്ടമല്ല, കുരുന്നുകൂട്ടാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഞാൻ പാട്ട് പാടാം. പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ ഓ അജബുളിയെ പൊരുൾനിധിയെ കമില മുത്ത് റസൂലെ തങ്കമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ ഓ ഓ ഓ ഓ അജബുളിയെ പൊരുൾനിധിയെ കമില മുത്ത് റസൂലെ തങ്കമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ അഹദിൻ ഹബീബേ അഹദിൻ ഹബീബേ തിരുതിങ്കൾ നീലാവേ തിങ്കൾ നീലാവേ അഹദിൻ ഹബീബേ അഹദിൻ ഹബീബേ തിരുതിങ്കൾ നീലാവേ തിങ്കൾ നീലാവേ അറിവിൻ വസന്തവുമായി അറിവിൻ വസന്തവുമായി അണയാത്ത ശുഭസുരമൊഴി പാടിയ പൊന്നാറ്റനെ സുഖസുര സൗഭാഗ്യമേ ഓ ഓ അജബൊളിയെ പൊരുൾനിധിയെ കമില മുത്ത് റസൂലെ തങ്കമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ ഷൗഖുൽ വറാ തിരു ശംസുൽ ഹുദാവേ ശംസുൽ ഹുദാവേ ഷൗഖുൽ വറാ തിരു ശംസുൽ ഹുദാവേ ശംസുൽ ഹുദാവേ ഹിറ ഗുഹയിൽ ധ്യാനമിലായി ഹിറ ഗുഹയിൽ ധ്യാന
മറവില ഇരുന്നപ്പോൾ ജയവഴിയായി ഖുർആനിൻ സന്ദേശമേ സുഖസുര സൗഭാഗ്യമേ. ഓ ഓ ഓ ഓ അജബൊളിയെ പൊർനിധിയെ കവില മുത്ത് റസൂലെ തങ്കമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ പതി സ്വർഗപ്പൂ നിലാവേ സുഖസുര സൗഭാഗ്യമേ. ചന്തത്തിൽ സുന്ദര മന്ദിരം ചിന്തകൾ മുന്തിയേ വന്ദരം ചന്തത്തിൽ സുന്ദര മന്ദിരം ചിന്തകൾ മുന്തിയ അന്തരം ചന്തത്തിലെ സുന്ദര മന്ദിരം ചിന്തകൾ മുന്തിയ അന്തരം തിങ്കളലങ്കിയ തങ്കത്തിങ്കിന്നാരം വീശിയമ്പരം വീശിയമ്പരം നേരിലമ്പറും നേടിച്ചിട്ടയിൽ നേട്ടമട്ടമിൽ സുഹൃത സുമനി അമൃത കാരുണ്യവൻ പതി സ്വർഗപ്പൂ നിലാവേയാ സുഖസുര സൗഭാഗ്യമേ പതി സ്വർഗപ്പൂ നിലാവേയാ സുഖസുര സൗഭാഗ്യമേ. ഓ ഓ ഓ ഓ അജബൊളിയെ പൊർനിധിയെ കമില മുത്ത് റസൂലെ തങ്കമേ പതി സ്വർഗപ്പൂ നിലാവേയാ സുഖസുര സൗഭാഗ്യമേ പതി സ്വർഗപ്പൂ നിലാവേയാ സുഖസുര സൗഭാഗ്യമേ. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ-ഇസ്തിഖാമ മിസ്ബ ഉസ്താദ് ഒരു മീറ്റിംഗ് ഉണ്ട്, SKSFന്റെ മേഖല മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തു പോയതാണ്. അതുകൊണ്ട് ആണ് ഞാൻ മൈക്കിൽ വന്നത്. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് തന്നെ കേൾക്കാൻ കഴിഞ്ഞത് നമ്മളെ സിനാൻ മോന്റെ ഗാനാണ്. ഹാഫിൽ സിനാൻ മോന്റെ ഗാനാണ്. സിനാൻ പള്ളിപ്പുറം എന്ന് പറഞ്ഞ SKSFന്റെ അല്ലെങ്കിൽ പ്രവാസി ലോകത്തിനൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു പേരായി മാറിയിട്ടുണ്ട് സിനാൻ മോൻ. ഹാഫിൽ സിനാൻ മോൻ സർഗലയത്തിൽ യു എയിലെ സർഗലയത്തിൽ കലാപ്രതിഭ പട്ടം നേടുകയും അതുപോലെ തന്നെ 17 മാസം കൊണ്ട് ഒരു 11കാരൻ ഖുർആൻ മനപ്പാടുമാക്കുകയൊക്കെ ചെയ്ത് അത്ഭുതങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മുത്ത് സിനാൻ പള്ളിപ്പുറത്തിന്റെ പാട്ടാണ് ആദ്യമായിട്ട് കേൾക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഒരുപാട് സന്തോഷമായി. സിനാൻ മോന് പോയിട്ടില്ലല്ലോ, അവിടെ അല്ലേ? ഈ പാട്ട് ആരെ എഴുതിയതാ സിനാൻ മോൻ? ഈ പാട്ട് ആരെ എഴുതിയതാന്ന് സിനാൻ മോൻ അറിയോ? പാട്ട് ആരാണ് എഴുതിയതെന്ന് അറിയോ? നല്ല നല്ല വരികളായിരുന്നു. ഒരുപാട് അർത്ഥമുള്ള ലിറിക്സ് ആണ്. അൽഹംദുലില്ലാഹ്. നല്ല അറിയില്ലല്ലേ? അൽഹംദുലില്ലാഹ്. നല്ല ഗാനാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ല ഒരു സന്തോഷമായി ഇത് കേട്ടപ്പോ. പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ സിനാമോനായി കൈകാര്യം ചെയ്തു, പാടുകയും ചെയ്തു. വലിയ പാട്ടുകാർക്ക് വലിയ ഗായകന്മാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. എന്നാലും സിനാമോൻ വളരെ മനോഹരമായിട്ട് പാട്ടിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് കേരള ഇസ്ലാമിക്കിന്റെ ക്ലാസ് റൂമിന്റെ ആളുകളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മോനാണ് സിനാൻ മോന്റെ. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു. സിനാൻ മോൻ ഹാഫിലായ അതിനെ കുറിച്ചിട്ട് അഭിവാദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ സിനാൻ മോനെ കണ്ടിരുന്നു. അൽഹംദുലില്ലാഹ്. ഏതായാലും സിനാൻ മോന് സർഗലയത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഗാനാണല്ലോ അല്ലേ? ഈ ഗാനം സിനാൻ മോന് സർഗലയത്തിൽ ഫസ്റ്റ് കിട്ടിയ ഗാനമാണല്ലോ അല്ലെ? അതെ. അൽഹംദുലില്ലാഹ്. നല്ല ഗാനം. ഇതൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടാതിരിക്കും. പിന്നെ അൽഹംദുലില്ലാഹ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സിനാൻ മോന്റെ പഠനത്തിലും അതുപോലെ തന്നെ ശബ്ദമൊക്കെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എല്ലാം ഖൈറും ബർക്കത്തും ആക്കി കൊടുക്കട്ടെ.
ഇരു വീട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. സമുദായത്തിനും സമസ്തക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മകനായിട്ട് സിനാൻ മോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കട്ടെ. സിനാൻ മോൻ ഇനിയും ഒരു പാട്ട് പാടണം കേട്ടോ, പോകരുത്. സിനാൻ മോൻ ഇനിയും പാട്ട് പാടണം, പോകരുത്. റൈസാൻ രീതിയിൽ ഇനിയും മുന്നോട്ട് വരണം. അതായത് ഞാൻ അടുത്ത ആളെ മൈക്കിലേക്ക് വിളിക്കുകയാണ്. അബ്ദുസലാം 11 മൈക്ക് അവിടെ അല്ലേ? നിങ്ങൾ മൈക്കിൽ വരൂ, ഒരു പാട്ട് പാടൂ. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാനൊരു പാട്ട് പാടാം. ഇഷ്കിൻ തീരം വരെ വൽഭകമുള്ളവരെ മുത്ത് ഹബീബെ മറന്നു പോയോ, സ്നേഹനിലാവും മാഞ്ഞു പോയോ, വിളിക്കൂ തിരുനബിയാരെന്നറിയൂ സ്നേഹിതാ. വഫാത്തിൻ നേരം നമ്മെയോർത്ത് കരഞ്ഞതാ. യാ നബിയേ യാ നസീബേ ആശിഖീങ്ങൾ പാടിടുന്നേ. ഇഷ്കിൻ തീരം വന്നവരെ ഇമ്പം പൽഭകമുള്ളവരെ മുത്ത് ഹബീബെ മറന്നു പോയോ, സ്നേഹനിലാവും മാഞ്ഞു പോയോ, വിളിക്കൂ തിരുനബിയാരെന്നറിയൂ സ്നേഹിതാ. വഫാത്തിൻ നേരം നമ്മെയോർത്ത് കരഞ്ഞതാ. പുണ്യ സഹാബത്തിൻ ചരിതം കേട്ടോ, മുത്തിൻ സ്നേഹം തുളുമ്പുന്ന രാഗം കേട്ടോ. പുണ്യ സഹാബത്തിൻ ചരിതം കേട്ടോ, മുത്തിൻ സ്നേഹം തുളുമ്പുന്ന രാഗം കേട്ടോ. ഉഹുദിൽ പൊന്നിൻ മുൻപല്ലിന്നൊരു പൊട്ട് പൊടിഞ്ഞതിനാൽ നൊമ്പരമാലെ പല്ലുകൾ കുത്തിയുടച്ച മനുഷ്യ, ഓർക്കിന്നായി പൂമുഖം കാണാൻ കഴിയാ വേദനയാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാലെ സവിധം വന്നവരാ. യാ നബിയേ യാ നസീബേ ആശിഖീങ്ങൾ പാടിടുന്നേ. ഇഷ്കിൻ തീരം വന്നവരെ ഇമ്പം പൽഭകമുള്ളവരെ മുത്ത് ഹബീബെ മറന്നു പോയോ, സ്നേഹനിലാവും മാഞ്ഞു പോയോ, വിളിക്കൂ തിരുനബിയാരെന്നറിയൂ സ്നേഹിതാ. വഫാത്തിൻ നേരം നമ്മെയോർത്ത് കരഞ്ഞതാ. ആ സ്നേഹപൂമേനി കാത്തിരുന്ന് മുത്തി ആശമതി വരെ സവാദോരും. ആ സ്നേഹപൂമേനി കാത്തിരുന്ന് മുത്തി ആശമതി വരെ സവാദോരും. യമനിൽ വഴികൾ തേടിപ്പോയ മുആദ് കരഞ്ഞില്ലേ, വഫാത്തിൻ ഹൃദയം പൊട്ടി ബിലാലും നാട് കടന്നില്ലേ. യാ നബിയേ യാ നസീബേ ആശിഖീങ്ങൾ പാടിടുന്നേ. ഇഷ്കിൻ തീരം വന്നവരെ ഇമ്പം പൽഭകമുള്ളവരെ മുത്ത് ഹബീബെ മറന്നു പോയോ, സ്നേഹനിലാവും മാഞ്ഞു പോയോ, വിളിക്കൂ തിരുനബിയാരെന്നറിയോ സ്നേഹിതാ. വഫാത്തിൻ നേരം നമ്മെയോർത്ത് കരഞ്ഞതാ. അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരനെടുക്കാം. അസ്സലാമു അലൈക്കും.
ഞാനൊരു പാട്ട് പാടാം. മൗത്ത് വരും മുൻപാമുഖം കണ്ടൻ ആശ്രയജത്തന പെരിയോനെ, മലക്കുൽ മൗത്തൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ, മനസ്സിൻ കിബിലയിലെത്താനുൾ കൊതി വിട്ട് പരാപരനായവനെ, മഹബൂബിൻ തിരുദേഹം കണ്ട് അകതാരിൽ കുളിരേകിടണേ, മൗത്ത് വരും അൻപാമുഖം കണ്ടൻ ആശ്രയകറ്റന പെരിയോനെ, മലക്കുൽ മൗത്തൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ, മനസ്സിൻ കിബിലയിലെത്താനുൾ കൊതി വിട്ട് പരാപരനായവനെ, മഹബൂബിൻ തിരുദേഹം വന്നൻ അകതാരിൽ കുളിരേകിടണേ, നന്മയിലെന്നെ നയിക്കല്ല, ഗുണം നൽകണ യാ റഹ്മാനല്ല, നബിയോടുള്ള സ്വഭാവത്തെന്നെ ശാശ്വതമാക്കണം യാ അല്ലാഹ്, യാ റസൂലല്ലാഹ്, മുത്തേ യാ ഹബീബല്ലാഹ്, യാ സഫിയല്ലാഹ്, ഹക്കേ യാ നബിയല്ലാഹ്, യാ നബിയല്ലാഹ്, യാ നബിയല്ലാഹ്, മൗത്ത് വരും മുൻപാമുഖം കണ്ടൻ ആശ്രയകറ്റന പെരിയോനെ, മലക്കുൽ മൗത്തൻ റൂഹ് പിടിക്കും മുമ്പ് മദീന കാട്ടിടണേ, മനസ്സിൻ കിബിലയിലെത്താനുൾ കൊതി വിട്ട് പരാപരനായവനെ, മഹബൂബിൻ തിരുദേഹം കണ്ടൻ അകതാരിൽ കുളിരേകിടണേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നല്ല പാട്ടായിരുന്നു. അബ്ദുസ്സലാം 11 എന്ന ഐഡിയിൽ നല്ല പാട്ടാണ് കേട്ടത്. അൽഹംദുലില്ലാഹ്. സൗണ്ട് വളരെ കുറവായിരുന്നു. അബ്ദുസ്സലാം എന്ന ഐഡി എന്റെ പ്രിയ സ്നേഹിതനും കൂടിയാണ്. ഷാർജയിലെ കുർഫുഖാൻ എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന അബ്ദുസലാം മൗലവി ഉസ്താദിന്റെ മോനാണ്. എന്താണ് പേരെന്താണ്? പേരെന്ന് പറയാമോ? മോന്റെ പേരെന്താണ്? ഹലോ, ജലാല്. പിന്നെ ആരാണ്? രണ്ടാള് പാടിയിരുന്നല്ലോ. ഏതായാലും നല്ല പാട്ടായിരുന്നു. രണ്ടുപേരും നല്ല ഗാനമാണ് അവതരിപ്പിച്ചത്. പക്ഷെ സൗണ്ട് വളരെ കുറവായിരുന്നു. നിഹാലും ജലാലും അല്ലെ? നിഹാദ് പിന്നെ ആരാണ്? നിഹാദും ജലാലും അല്ലെ? ഏതായാലും നല്ല ഗാനമായിരുന്നു. എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുസലാം മൗലവി ഉസ്താദിന്റെ 2 മക്കളാണ് പാടിയത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കുട്ടികൾക്ക് ഇനിയും നമ്മുടെ KCR-ൽ വന്ന് കുരുന്നുകൂട്ടത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. KCR-ന്റെ എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് അമീൻ രാമന്തള്ളി എന്ന ഐഡിയിൽ ആരാണ് വരുന്നതെന്ന് നോക്കാം. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ്. അസ്സലാമലൈക്കും. എന്റെ പേര് അംജദ്. ഞാൻ മാസത്തിൽ 5ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ എന്റെ ഉപ്പാക്ക് സൗദിയിലൊന്നതാണ്. ജീവിത ലക്ഷ്യം ശോഭനമാക്കാൻ നന്മകൾ നമ്മൾ നേടേണ്ടേ, തിരുനന്മകൾ നമ്മൾ നേടേണ്ടേ, ജീർണത പാടെ മാറ്റി അകറ്റി അമലാൽ പൂരിതമാക്കേണ്ടേ, അമലാൽ പൂരിതമാക്കേണ്ടേ, സത്യം കൽബിൽ നാം നിറച്ച് നന്മകൾ വിതറിക്കൂടേണ്ടേ, നാം നന്മകൾ വിതറിക്കൂടേണ്ടേ, നബി തന്ന പാത
പ്രഭാസുരമാക്കേണ്ടേ. നിസ്കാരം തിരുനോമ്പ് ഹജ്ജ് സക്കാത്തും നമ്മൾ വീട്ടേണ്ടേ. സക്കാത്തും നമ്മൾ വീട്ടേണ്ടേ. നാഥൻ ഓതിയ കൽപ്പനകൾ നാം നിറവേറ്റിക്കൂടേണ്ടേ. നാം നിറവേറ്റിക്കൂടേണ്ടേ. ജീവിത ലക്ഷ്യം ശോഭനമാക്കാൻ നന്മകൾ നമ്മൾ നേടേണ്ടേ. തിരുനന്മകൾ നമ്മൾ നേടേണ്ടേ. അസ്സലാമു അലൈക്കും. എന്റെയും എന്റെ കുടുംബത്തിന്റെയും മേൽ ദ്വാരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോന്റെ പേരെന്താ? ഞാൻ കേട്ടില്ല. മോന്റെ പേരെന്താ പറഞ്ഞത്? അംജദ്. അൽഹംദുലില്ലാഹ്. നല്ല ഗാനമായിരുന്നു പാടിയത്. നല്ല ഒരു ഗാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശബ്ദമായിരുന്നു. നല്ല രീതിയിൽ പാടിയിട്ടുണ്ട് മോനും. ഈ ശബ്ദം നിലനിർത്തി കൊടുക്കട്ടെ. അമീൻ രാമന്തലില്ലേ? അൽഹംദുലില്ലാഹ്. രാമന്തലിക്കാരനാണല്ലോ എന്ന് ചോദിക്കേണ്ടത്. ഇന്ത്യൻ ഉസ്താദ് രാമന്തലി മുഹമ്മദ് സാഹിബിന്റെ നാട്ടുകാരനാണെന്ന് പറയണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ വന്ന് പാടാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം ഉണ്ടാകും കുട്ടി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് കാലം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലും അതുപോലെ തന്നെ കുരുന്നുകൂട്ടത്തിലൊക്കെ വന്ന് പാടാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. പിന്നെ ഇനി അക്ബർ VP അക്ബറിനെ മൈക്കിലേക്ക് ക്ഷണിച്ചിരുന്നു. മൈക്കിലേക്ക് ചേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അക്ബർ VP അക്ബർ അവിടെ ഇല്ലേ? അവിടെ ഇല്ലേ? സാധാരണ ക്ലാസ് റൂമിൽ പാട്ട് പാടുന്ന ആളാണല്ലോ. കുരുന്നുകൂട്ടത്തിൽ പാട്ട് പാടുന്ന ഐഡിയ ആണല്ലോ അക്ബർ VP അക്ബർ. ഇല്ലാന്നുണ്ടെങ്കിൽ മുനീർ ഉണ്ടല്ലോ. എന്നാൽ നിങ്ങൾ മൈക്കിലൊന്നും വരാത്ത? മൈക്ക് കിട്ടുന്നില്ലേ? നിങ്ങൾ മൈക്കിൽ വരൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ. ഞാനൊരു പാട്ട് പാടാം. ആഖിർ സമാൻ വരുന്നിതാ, അടയാളം കണ്ടിടുന്നിതാ, ത്വഹ കുടുംബങ്ങൾ തമ്മിൽ സൗഹാർദ്ദം കൈ വിടുന്നിതാ. ആഖിർ സമാൻ വരുന്നിതാ, അടയാളം കണ്ടിടുന്നിതാ, ത്വഹ കുടുംബങ്ങൾ തമ്മിൽ സൗഹാർദ്ദം കൈ വിടുന്നിതാ. ആരാധനാലയങ്ങളും അറിവിന്റെ സ്ഥാപനങ്ങളും ആധിക്യമായിടും, പക്ഷേ ആത്മാർത്ഥത കുറഞ്ഞിടും. ആഖിർ സമാൻ വരുന്നിതാ, അടയാളം കണ്ടിടുന്നിതാ, ആഹാ കുടുംബങ്ങൾ തമ്മിൽ സൗഹാർദ്ദം കൈ വിടുന്നിതാ. ഭൗതികവാദമേറുന്നു, ദൈവികത പിന്മാറുന്നു, ഐക്യം വാരിക്കൂട്ടുന്നു, ആഖിറം വിസ്മരിക്കുന്നു. കൊല്ലം കൊല്ല മുന്നേറുന്നു, കൊള്ളരുതായ്മ കൂടുന്നു, അല്ലും പകൽ വിടാതെ നാം അല്ലാഹുവേ മറക്കുന്നു. കാശുണ്ടെങ്കിൽ ഇക്കാലത്ത്
കിട്ടാതതില്ല ലോകത്ത് കൈവിട്ട ജീവൻ കാശിനാൽ കൈവന്നിടുമുദേഹത്തിൽ ആഖിർ സമാൻ വരുന്നിതാ അടയാളം കണ്ടിടുന്നിതാ ത്വഹ കുടുംബങ്ങൾ തമ്മിൽ സൗഹാർദ്ദം കൈവിടുന്നിതാ ആഖിർ സമാൻ വരുന്നിതാ അടയാളം കണ്ടിടുന്നിതാ ത്വഹ കുടുംബങ്ങൾ തമ്മിൽ സൗഹാർദ്ദം കൈവിടുന്നിതാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫാത്തിമ ഹന്ന അക്ബർ വി പി അക്ബർ എന്നുള്ള ഐഡിയിൽ വന്ന ഫാത്തിമ ഹന്ന മോൾ നല്ല മധുരമായ ഒരു മനോഹരമായ ഗാനം ലോകാവസാനത്തിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആഖിർ സമാന്റെ ആഗമനമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു ചിന്തിപ്പിക്കുന്ന ചിന്തോദ്ദീപകമായ ഒരു നൃത്തുപാട്ടാണ് നല്ല ഹന്ന മോള് പാടിയത്. അൽഹംദുലില്ലാ നല്ലൊരു ഈ സാഹചര്യത്തിന് എന്തുകൊണ്ടും യോജിച്ച ഒരു പാട്ടാണ് മോള് പാടിയത്. അൽഹംദുലില്ലാ മോളെ ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. ഇനിയും ഒരുപാട് കാലം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കുരുന്ന കൂട്ടത്തിൽ വന്ന് പാടാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള മക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. മോളുടെ പഠനത്തിലും അതുപോലെ തന്നെ മോളുടെ കുടുംബത്തിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദം കേൾക്കണില്ലേ? തീരെ ശബ്ദമല്ല, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദമുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പാടിയ ഹന്ന മോളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ അവളുടെ പഠനത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ഇനിയും ഒരുപാട് കാലം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇങ്ങനെ കുരുന്ന കൂട്ടത്തിൽ വന്ന് പാടണമെന്ന് ഞാൻ മോളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ മുനീർ 1971 ഉണ്ടോ? ഉണ്ടല്ലോ, നേരത്തെ പാടിയതാണല്ലോ അല്ലേ? ഒരു പാട്ടും കൂടി പാടാൻ വേണ്ടിയിട്ട് മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഞാനൊരു പാട്ട് പാടാം. അമ്പവന്റെ താജരേ അമ്പുജാന്ന സ്നേഹരേ അമ്പിയായിലിമ്പ പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പറിലേറെ സുഗന്ധരേ യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം അമ്പവന്റെ താജരേ അമ്പുജാന്ന സ്നേഹരേ അമ്പിയായിലിമ്പ പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പരിലേറെ സുഗന്ധരേ പണ്ടു ജഹിൽ കൂരിരുൾ നിറഞ്ഞ പൊങ്ങുകാലമിൽ പണ്ടവന്റെ ആജ്ഞയെ ധിക്കരിച്ച മരുതര് പണ്ടു ജഹിലിൻ കൂരിരുൾ നിറഞ്ഞ പൊങ്ങുകാലമിൽ പണ്ടവന്റെ ആജ്ഞയെ ധിക്കരിച്ച മരുതര് പിണ്ടു നബിയുള്ള വിധികളൊക്കെ മെച്ചതിൽ വിശ്രുത വിശുദ്ധിയേയുള്ള സ്നേഹസ്വരമതിൽ ആ സ്വരം മുഴങ്ങി ലോകമിൽ ആഗമം അറിഞ്ഞു ആലമിൽ ആ സ്വരം മുഴങ്ങി ലോകമിൽ ആഗമം അറിഞ്ഞു ആലമിൽ യാ നബി സലാം യാ റസൂൽ സലാം യാ മുസബ്ബിൽ മുസ്തഫ സലാം
അമ്പവന്റെ താജരെ അമ്പുതാന്ന സ്നേഹരൻ അമ്പിയായിലിമ്പ പൂവരേ അമ്പിയായിരന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ അമ്പരം തിളക്കമാക്കിയേ അമ്പറിലേറെ സുഗന്ധരേ അറിവിനുറവ തേങ്ങളം പോലെ നബി തീർത്തതും അതിനു വേണ്ടി ത്യാഗപൂർണ്ണ ജീവിതം നയിച്ചതും അറിവിനുറവ തേങ്ങളം പോലെ നബി തീർത്തതും അതിനു വേണ്ടി ത്യാഗപൂർണ്ണ ജീവിതം നയിച്ചതും അഖിലരുമാ വീതിയിൽ അടിയുറച്ച് നിന്നതും അഷറഫർ നബി ചരിത്രമെത്രയോ മനോഹരം വിഷ്ണുവാകെ കീർത്തിയാദരം വിസ്മയമാതേറെ സുന്ദരം വിഷ്ണുവാകെ കീർത്തിയാദരം വിസ്മയമാതേറെ സുന്ദരം യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം അമ്പവന്റെ താജരെ അമ്പുജാന്ന സ്നേഹരെ അമ്പിയായിലിമ്പ പൂവരേ അമ്പിയായിലന്ത്യദൂതരേ അമ്പുതങ്ങൾ മാറ്റിയേ കുളിരുമാരിയാക്കിയേ ഔവരം തിളക്കമാക്കിയേ അമ്പറിലേറെ സുഗന്ധരേ യാ നബി സലാം യാ റസൂൽ സലാം യാ മുസമ്മിൽ മുസ്തഫ സലാം യാ നബി സലാം യാ റസൂൽ സലാം യാ ഷഫീഅൽ മുദ്രിബീൻ സലാം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്, മാജിദ മോൾക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു ഗാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് ഗാനങ്ങൾ അതുപോലത്തത് പാടാനുള്ള ഒരു തൗഫീക്ക് മാജിദ മോൾക്ക് നൽകട്ടെ. നല്ല മനോഹരമായ ഗാനം. അമീർ ഉസ്താദൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല നല്ല രസമുള്ള പാട്ട്, നല്ല ആ ചിഹ്നൊക്കെ വിടുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന ആ ചിഹ്നൊക്കെ ഇങ്ങനെ വിടുന്നുണ്ട്. നല്ല രസമുള്ള ഗാനമായതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല ഒരുപാട് ആസ്വദിച്ചു ഈ പാട്ട് കേട്ടപ്പോൾ. പിന്നെ ഒരുപാട് മാജിദ് നമ്മൾ നേരത്തെയും ഗാനം പാടിയല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ ഇനിയും ഒരുപാട് ഗാനങ്ങൾ പാടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മിനിക്കാടിനെ മൈക്കിലേക്ക് ക്ഷണിച്ചിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം. നിങ്ങളെ ശബ്ദം കേൾക്കണില്ലല്ലോ. അമ്മിനിക്കാട് എന്നുള്ള ഐഡിയയിലുള്ള ആളെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഒരു പരപര മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്താ മൈക്ക് കംപ്ലൈന്റ് ഉണ്ടോ? ഏതായാലും നിങ്ങളൊന്നുകൂടി മൈക്ക് ക്ലിയർ ചെയ്തിട്ട് വരൂ. മൈക്ക് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി റൈസ് ഹാൻഡ് ചെയ്തിട്ട് ഒന്ന് സോറി നെക്സ്റ്റ് ടൈം. എന്താ പ്രോബ്ലം? എന്താണ് പ്രോബ്ലം? ഏതായാലും അക്ബർ ബി അക്ബർ ഒരു ഗാനം കൂടി ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. മൈക്ക് റിലീസ് ചെയ്യും.
അസ്സലാമു അലൈക്കും. ഹന്ന. ഞാനൊരു പാട്ട് പാടാം. കുത്തുബ് സമാൻ എന്ന പേരൊളിവ് പുണ്യമമ്പുറം സയ്യിദർ പൂങ്കരള് സർവമതസ്ഥത്വ മമതയൊരു സത്യസരണിയിൽ കുറിച്ചുള്ള ഷാഹിദര്. കുത്തുബ് സമാൻ എന്ന പേരൊളിവ് പുണ്യമമ്പുറം സയ്യിദർ പൂങ്കരള് സർവമതസ്ഥത്വ മമതയൊരു സത്യസരണിയിൽ കുറിച്ചുള്ള ഷാഹിദര്. പൂവത്തിൻ ജനനമയമനിലെന്ന് ശാന്തിദൂതരായി മമ്പുറം പുഴയിൽ വന്ന് മഷൂറായി വലിയുള്ള പരക്കയന്ന് മനം നിറച്ചത് ഈമാനിൽ തിളക്കം തന്നെ. പൂമുത്തിൻ ജനനമയമനിലെന്ന് ശാന്തിദൂതരായി മമ്പുറം പുഴയിൽ വന്ന് മഷൂറായി വലിയുള്ള പരക്കയന്ന് മനം നിറച്ചത് ഈമാനിൽ തിളക്കം തന്നെ. കുത്തുബ് സമാൻ എന്ന പേരൊളിവ് പുണ്യമമ്പുറം സയ്യിദർ പൂങ്കരള് സർവമതസ്ഥത്വ മമതയൊരു സത്യസരണിയിൽ കുറിച്ചുള്ള ഷാഹിദര്. നേരിട്ടവർ പതിരക്ഷകരായി ഫിൽമ് കാട്ടിയ വെള്ളപ്പടയ്ക്കെതിരായി മതച്ചിട്ട ഉമ്മത്തില് ഉണർത്തിയെന്ന് തങ്ങൾ മണ്ണിലെ മതമാത്രി വളർത്തിയെന്ന്. നേരിട്ടവർ പതിരക്ഷകരായി ഫിൽമ് കാട്ടിയ വെള്ളപ്പടയ്ക്കെതിരായി മതച്ചിട്ട ഉമ്മത്തില് ഉണർത്തിയെന്ന് തങ്ങൾ മണ്ണിലെ മതമാത്രി വളർത്തിയെന്ന്. കുത്തുബ് സമാൻ എന്ന പേരൊളിവ് പുണ്യമമ്പുറം സയ്യിദർ പൂങ്കരള് സർവമതസ്ഥത്വ മമതയൊരു സത്യസരണിയിൽ കുറിച്ചുള്ള ഷാഹിദര്. പെരുത്ത കറാമത്ത് കാട്ടിയെന്ന് റബ്ബിൽ പോരുത്ത ജീവിതം ചേർത്തുവന്ന് മദീന ഷഫുറവില്ല കൽബവര് ഇന്ന് മലർമിട്ടിയുറങ്ങുന്ന തണിയവര്. പെരുത്ത കറാമത്ത് കാട്ടിയെന്ന് റബ്ബിൽ പോരുത്ത ജീവിതം ചേർത്തുവന്ന് മദീന ഷഫുറവില്ല കൽബവര് ഇന്ന് മലർമിട്ടിയുറങ്ങുന്ന തണിയവര്. കുത്തുബ് സമാൻ എന്ന പേരൊളിവ് പുണ്യമമ്പുറം സയ്യിദർ പൂങ്കരള് സർവമതസ്ഥത്വ മമതയൊരു സത്യസരണിയിൽ കുറിച്ചുള്ള ഷാഹിദര്. കുത്തുബ് സമാൻ എന്ന പേരൊളിവ് പുണ്യമമ്പുറം സയ്യിദർ പൂങ്കരള് സർവമതസ്ഥത്വ മമതയൊരു സത്യസരണിയിൽ കുറിച്ചുള്ള ഷാഹിദര്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫാത്തിമ ഹന്ന മോളിലെ നല്ല മമ്പുറങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല ഒരു ഗാനം. ഹദർമൗത്തിലെ തെരീമിൽ നിന്നും മലബാറിലെ മമ്പുറത്തേക്ക് പ്രബോധന ആവശ്യാർത്ഥം മമ്പുറത്തേക്ക് വരികയും കേരളത്തിലെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്ത മമ്പുറങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഗാനം മോള് പാടി. ഫാത്തിമ ഹന്ന മോള് പാടി. അൽഹംദുലില്ലാ, നല്ല സന്തോഷമുണ്ട് കേട്ടതിൽ, ഒരുപാട് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും കേരള ഇസ്ലാമിക് കുരുന്ന കൂട്ടത്തിൽ പാടാനുള്ള തൗഫീഖ് മകൾക്ക് നൽകട്ടെ. ഇനിയും പാടണമെന്ന് അപേക്ഷിക്കുകയാണ്. മകളുടെ പഠനത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഇനി നാലകത്ത് അബ്ദുറഹ്മാൻ ഉണ്ടോ? നാലകത്ത് അബ്ദുറഹ്മാൻ എവിടെ ഉണ്ടാവുള്ളൂ? നാലകത്ത് അബ്ദുറഹ്മാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അവിടെ ഇല്ലേ നാലകത്ത് അബ്ദുറഹ്മാൻ? റൈസ് ഹാൻഡ് ഒഴിവാക്കിയാലോ? എന്താ പ്രശ്നം? എന്താ ഉണ്ടല്ലോ? എന്നാൽ നിങ്ങൾ മൈക്കിൽ എന്താ മൈക്ക് കിട്ടുന്നില്ലേ? മൈക്കിൽ വരി. അസ്സലാമു അലൈക്കും. എന്റെ പേര് ആയിഷ. ഞാനൊരു കഥ പറയാം. പണ്ട് പണ്ടൊരു രാജാവ്, പേര് കേട്ടൊരു രാജാവ്, ലോകം ഭരിച്ചൊരു രാജാവ്, മനുഷ്യരുടെ രാജാവ്, ജിന്നുകളുടെ രാജാവ്.
പക്ഷികളുടെ രാജാവ്, മൃഗങ്ങളുടെ രാജാവ്, സകല ജീവികളുടെയും രാജാവ്. ജിന്നുകളോട് സംസാരിക്കും, പക്ഷികളോട് സംസാരിക്കും, മൃഗങ്ങളോട് സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. അവർ ആരാണെന്ന് അറിയാമോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രാജാവ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. മോളെ പേരെന്താ? മോളെ പേര് പറഞ്ഞില്ലല്ലോ. മോളെ പേര് പറയാതെ തുടങ്ങിയത്. മോളെ പേരെന്താ? പേര് പറഞ്ഞ ആയിഷ. മാഷാ അല്ലാഹ്. ലോകത്തെ ഒരു വലിയ രാജാവ്, ജിന്നുകളുടെയും മനുഷ്യരുടെയും രാജാവ് അല്ലേ? ലോകം ഭരിച്ച രാജാവാണ്. അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നല്ലൊരു ചോദ്യം, കടങ്കഥ പോലെ നല്ലൊരു ചോദ്യം ചോദിച്ചിട്ട് ആരാണ് എന്ന് ചോദിച്ചിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം. മോളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്നാ? മോളോടൊരു ചോദ്യം ചോദിക്കട്ടെ? മോളോടൊരു ചോദ്യം ചോദിക്കട്ടെ? മോൾ ഉത്തരം പറയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ട രണ്ട് ജന്തുക്കൾ, രണ്ട് മനുഷ്യരല്ലാത്ത രണ്ട് ജന്തുക്കൾ സ്വർഗത്തിലാണ്. രണ്ട് ജന്തുക്കൾ സ്വർഗത്തിലാണ്. ഒന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം സംസാരിച്ച ഉറുമ്പാണ്. മറ്റേ ജന്തുവിന്റെ പേര് എന്താണ് എന്ന് മോളിവിടെ എഴുതണം. ഉറുമ്പുണ്ട്, ഉറുമ്പ് ഞാൻ പറഞ്ഞല്ലോ. മറ്റേതിന്റെ പേര് പറയണം. മറ്റേ എന്റെ ശബ്ദം കുറവാണോ? എന്റെ ശബ്ദം കുറവാണെന്ന് വെച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുദ്ഹുദ് പക്ഷി. അല്ലാഹ് മാഷാ അല്ലാഹ്. നല്ല ക്വിസില് പരിപൂർണമായിട്ടും വിജയിച്ചിട്ടുണ്ട് മോള്. അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല മാർക്ക് നൽകുകയാണ്. 100-ൽ 100 മാർക്ക് നൽകുകയാണ്. ആയിഷ മോൾക്ക് 100-ൽ 100 മാർക്ക് നൽകുകയാണ്. നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയിൽ വന്ന ആയിഷ മോൾക്ക് 100-ൽ 100 മാർക്ക്. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നല്ല ഒരു ഇക്ക പറഞ്ഞതാ. അല്ലാഹ് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നല്ലൊരു കഥ പറയുകയും അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇക്കയുടെ പേരെന്താ? ഇക്കയുടെ പേരെന്താ ചോദിക്കുന്നുണ്ടല്ലോ. ഇക്കയുടെ പേര് എനിക്കറിയില്ല. ആയിഷ മോളുടെ ഇക്കയുടെ പേരെന്താ? കോപ്പി അടിച്ചതെന്നല്ലത് അബ്ദുൽ നിസാർ. കുട്ടി നമ്മളെ കുട്ടികളാണ്, സത്യം പറഞ്ഞതാണ്. പറഞ്ഞുള്ളത് പറഞ്ഞു തരൂ അല്ലേ ജാഫർ ഉസ്താദ്? നിങ്ങൾ കുട്ടികളെങ്ങനെ കോപ്പി അടിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് ജയിച്ചു എന്ന് പറയണ മാതിരി ഒന്നല്ല. നമ്മളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ കുട്ടികൾ അങ്ങനെ ചോദിച്ചിട്ടെന്ന് പറയും. അൽഹംദുലില്ലാ 100-ൽ 100 മാർക്ക് ഞാൻ കൊടുക്കുകയാണ്. ആയിഷ മോളുടെ കഥക്കും അതുപോലെ തന്നെ പിന്നെ അതിന് കഴിഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചു, അതിനുത്തരവും പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് ബന്ധപ്പെട്ട രണ്ട് ജീവികൾ സ്വർഗത്തിലാണ്. ഒന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം സംസാരിച്ച ഉറുമ്പാണ്. പിന്നെ ഒന്ന് ഹുദ്ഹുദ് പക്ഷിയാണ്. ഹുദ്ഹുദ് പക്ഷി സഭയിലെ ബൽക്കീസ് രാജ്ഞിയുടെ രഹസ്യങ്ങളൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പറഞ്ഞു കൊടുത്ത ഹുദ്ഹുദ് പക്ഷിയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു ദൂതനായിട്ട്, ഒരു അടിമയായിട്ട് ജീവിച്ച ഹുദ്ഹുദ് പക്ഷി. ഈ രണ്ട് ജീവികളും സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ 10 ജീവികൾ സ്വർഗത്തിലുണ്ട്. അൽഹംദുലില്ലാ നല്ല സന്തോഷമായി മോളാ കഥ പറഞ്ഞപ്പോൾ. നല്ലൊരു അനുഭവമായി. കേരള ഇസ്ലാമിക് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു KCR വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത്. പ്രേക്ഷകരോട് എന്താണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അൽഹംദുലില്ലാ. പിന്നെ ഈ അടുത്ത സിനാൻ മോന് ഒരു പ്രാവശ്യം കൊണ്ട് റൈസ് ഹാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. KP സ്വാലിഹിനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, കേൾക്കണ്ടോ?
ഹലോ, എന്താ DC ആയി പോയതാ? എന്താ പറ്റി? ശബ്ദം കേട്ടിട്ട് ഒരു കുട്ടിയല്ലല്ലോ. കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് ശബ്ദം കേട്ടത് ഒരു കുട്ടിയല്ല. KP സ്വാലിഹ് എന്നുള്ള ഐഡിയിൽ വന്നത് ശബ്ദം കേട്ടിട്ട് ഒരു കുട്ടിയല്ല. എവിടെ പോയി? വലിയ കുട്ടിയാണല്ലേ. ഏതായാലും DC ആയി പോയതാണ്. ഇൻഷാ അല്ലാഹ് വരുമായിരിക്കും. ഇനി RVLT.00 അവിടെ ഉണ്ടല്ലോ അല്ലേ? RVLT.00 ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ മൈക്കിൽ വരൂ, ഞാൻ മൈക്കിൽ ചെയ്യാം. എന്താണ് നിങ്ങൾ നേരത്തെ അമ്മിനിക്കാട് മൈക്കെടുത്തതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് തദൈവ, ഒരു മാറ്റമില്ല. ഒരു പെരപെര ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. നിങ്ങളെ മൈക്ക് കംപ്ലൈന്റ് ഉണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടി റൈസ് ഹാൻഡ് ചെയ്തിട്ട് വരിക. ഏതായാലും എല്ലാവരും ഇപ്പോൾ സിനാൻ മോൻ്റെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നേരത്തെ സിനാൻ മോൻ പാടിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് ഹെഡ്സെറ്റ് ഊരിയിട്ട് ഇവിടെ ക്ലാസ്സിലെ വലിയ സൗണ്ട് ബോക്സിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കേട്ടതായിരുന്നു സിനാൻ മോൻ്റെ പാട്ട്. ഇപ്പം എല്ലാവരും പോയി, അതായത് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേൾക്കുന്നുള്ള. പിന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരുപാട് പേരുണ്ടല്ലോ, റേഡിയോയിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ സിനാൻ മോൻ ഒരു പാട്ട് കൂടി പാടും. അതിനുവേണ്ടി സിനാൻ മോനെ ക്ഷണിക്കുന്നു മൈക്കറിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ ശബ്ദം? ഓക്കെ. ഞാൻ രണ്ടുപേരും ബുർദ പാടാൻ വിചാരിച്ചിട്ടാണ് എടുത്തത്. ഞാനും അനിയത്തിയും കൂടി കുറച്ച് ബുർദ പാടാം. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. آمن تذكر جيران بذي سلامي ما زجت دمعا جرى من مقلة بدمي. أم هبت الريح من تلقاء كظيمتي وأومغ البرق في والماء من إظامي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فما لعينيك إن قلت كفوفها متى وما لقلبك إن قلت استفق يهمي. أيحسب الصب أن الحب منكتم ما بين منسدم منه ومغترم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لولا الهوى لم تريق دمعا على طلال ولا أرقت لذكر الباني والعالم. فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي
صلي وسلم دائما أبدا على حبيبك خير الخلق مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأثبت الوجد خاطي عبرات وضنا مثل البهار على خديك والعنم نعم سرى طيف من أهوى فأرقني والحب يعترض لذاتي بالألم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا لائمي في الهوى العذري معذرة مني إليك ولو أنصفت لم تلومي عددك حالي لا سري بمستتري عن الوشاة ولا دائي بمنحسمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم محضت للنصح لكن لست أسمعه إن المحب عن العذال في صممي إني اتهمت نصيح الشيب في عذلي والشيب أبعد في نصح عن التهم مولاي صلي وسلم من أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن أمارتي بالسوء ما اتبعت من جهلها بنذير ذي الشيب والهام ولا أعدت من الفعل الجميل قوى ضيف ألم برأسي غير محتشم مولاي صلي وسلم دائما أبدا
على حبيبك خير الخلق كلهم. لو كنت أعلم أني ما أوقره كتمت سرا بدا لي منه بالكتم. من لي برد جماح من غواياتها كما يرد جماح الخيل باللجوم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരിക്കണം, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ദ്വാരിക്കണം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അൽഫ് മബ്രൂക്ക് സിനാൻ മോളെ യമുന മോൾക്കും സിനാൻ മോനും യമുന മോൾക്കും. എന്താ പറയണ്ടെന്ന് വേർഡുകൾ കിട്ടുന്നില്ല. അത്രക്കും വളരെ സന്തോഷത്തിലാണ്. ബുർദയുടെ വരികൾ മനോഹരമായി ആലപിച്ച സിനാൻ മോനും അതുപോലെ തന്നെ പിന്നണിയിൽ സിനാൻ മോനെ നന്നായി സപ്പോർട്ട് ചെയ്ത യമുന മോൾക്കും ആയിരം അഭിവാദ്യങ്ങൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് മേലെ അറിയിക്കുകയാണ്. പിന്നെ എസ് ബിവിന്റെ ബുർദ ടീമിലെ ക്യാപ്റ്റൻ ആണല്ലോ സിനാൻ മോൻ ആണല്ലോ അല്ലെ. സിനാൻ മോൻ എസ് ബിവിയുടെ ബുർദ ടീമിൽ ക്യാപ്റ്റൻ ആണല്ലോ അല്ലെ. അങ്ങനെ ഓക്കെ അൽഹംദുലില്ലാ. നല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല മനോഹരമായിട്ട് ഒരുപാട് രീതികളിൽ പല പല രീതികളിൽ മാറ്റിയിട്ട് നല്ല അക്ഷരശുദ്ധിയോടുകൂടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അറബി ഗാനങ്ങളൊക്കെ പാടുമ്പോൾ അറബി കവിതകളൊക്കെ പാടുമ്പോൾ ഒരുപാട് അക്ഷര തെറ്റുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും. പക്ഷെ സിനാൻ മോൻ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഒന്നാമത് സിനാൻ മോൻ ഹാഫിളാണ്. ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല നല്ല ഈണം നല്ല രീതി. അങ്ങനെ SKSF അംഗമാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. എന്താ പറയാ, വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. നമ്മളെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ 11 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഖൈറും ബർക്കത്തും നിലനിർത്തി കൊടുക്കുന്നത് മനസ്സിന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. ആ ശബ്ദം ഒരുപാട് കാലം നിലനിർത്തി കൊടുക്കട്ടെ. സമുദായത്തിന് ആ ശബ്ദം കൊണ്ട് ഉപകരിക്കുന്ന ഒരവസ്ഥ നൽകണേ റബ്ബേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. മാത്രമല്ല ഈ ബുർദനെ കുറിച്ച് പറയുമ്പോൾ ലോകത്ത് അങ്ങനത്തെ ഒരു കവിത ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത്രക്കും മനോഹരമായിട്ട് എത്ര രീതിയിൽ വേണമെങ്കിലും അത് പാടാലോ, ഏത് രീതിയിൽ പാടാം അല്ലേ. ഇപ്പൊ സിനാൻ മോന് തന്നെ എത്ര രീതിയിൽ മാറ്റി പാടി. അങ്ങനത്തെ ഒരു കവിത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര രീതിയിൽ മാറ്റി പാടിയ ഒരു കവിത ലോകത്ത് തന്നെ ഉണ്ടാവും എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അങ്ങനെയാണ് ഒരുപാട്. ഇപ്പൊ സിനാൻ മോൻ 5 ട്യൂണിലെ പാടിയത് അല്ലേ. 5 ട്യൂണൊന്നല്ല, എത്ര 500 രീതിയിലൊക്കെ പാടാൻ എന്തായാലും ബുർദ കൊണ്ട് കഴിയും. കാരണം ഏത് രീതിയിൽ പാടിയാലും ആ രീതി ഇങ്ങനെ ശരിയായിട്ട് വരും, നല്ല തെറ്റാതെ വരും. അൽഹംദുലില്ലാ. നല്ല സിനാൻ മോന്റെ ആ ഒരു കഴിവിനെ ഞാൻ ഒരുപാട് പ്രശംസിക്കുകയാണ്. മാഷാ അല്ലാഹ്. പിന്നെ ബുർദനെ കുറിച്ച് പറയുമ്പോൾ ബുർദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മോചിതത്താണ്. അതിന് പുറമെ ഇമാം ബൂസീരി ഇമാമിന്റെ വലിയൊരു കറാമത്തായിട്ടാണ് ഇന്നും ബുർദ കാണപ്പെടുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ലോകം അത്രയും ഒരു അത്ഭുതത്തോടെ അത്രയും ഒരു ആവേശത്തോടെയാണ് ഇന്നും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയെ ഇന്നും ആളുകൾ നെഞ്ചേറ്റ് നടക്കുന്നത്. അത്രയും വലിയൊരു അത്ഭുതമാണ് ബുർദയുടെ കവിതയ്ക്ക് ഇന്നും ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ബൂസീരി ഇമാം നേരത്തെ ഒരു ഗാനത്തിൽ പാടിയല്ലോ, ആരോ പാടിയ കുട്ടി ഓർമ്മയില്ല, ആശിഖീങ്ങൾ പാടിയിരുന്നു എന്നുള്ള ആ ഒരു ഗാനം നേരത്തെ പാടിയല്ലോ. അൽഹംദുലില്ലാ. അത് വളരെ കറക്റ്റാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്
ഒരു പാട്ട് പാടുന്ന ഒരു ആഷിഖാണെങ്കിൽ അതായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു പാട്ട്. ആഷിഖിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പാടാൻ കഴിയുള്ളൂ, വേണ്ട പോലെ പാടാൻ കഴിയുള്ളൂ. ആ രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ കവിത രചിക്കുകയാണെങ്കിലും അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ അതിരറ്റ് സ്നേഹിച്ച ഒരു സൂഫി വര്യനായിരുന്നു ബൂസീരി ഇമാം. ബൂസീരി ഇമാം ഇങ്ങനെ കവിത ഇങ്ങനെ രചിച്ചപ്പോ ആദ്യം അള്ളാഹുവിന്റെ 10 ഫസലിലായിട്ടാണല്ലോ 10 ഘട്ടായിട്ടാണ് 10 ഫസലുകളായിട്ടാണ് ഈ ബുർദയുടെ രചന ഉണ്ടായിട്ടുള്ളത്. ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 ഫസല് ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ അറിയിച്ചിട്ട് അല്ലേ വഅസ്ബതൽ വജ്ദു ഫീ ഖത്തൈ അബ്റത്തിൻ വവന മിസലൽ ബഹാരി അലാ ഖദ്ദൈക വൽ അനമി. എന്താണ് വരികളുടെ രസം? പ്രവാചകനെ സ്നേഹിച്ചിട്ട് 2 കവിൾത്തടം ഇങ്ങനെ ചാലിട്ടൊഴുകിയിട്ട് റസൂലെ എന്റെ മുഖത്തിലെ 2 ചാലായിട്ടുണ്ട് റസൂലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മിസലൽ ബഹാരി അലാ ഖദ്ദൈക വൽ അനമി, എന്താ അനം പുഷ്പത്തിന്റെ പോലെ മഞ്ഞ ഇതില് ഒരു 2 ചാലുകൾ ഇങ്ങനെ കാണുന്നുണ്ട് റസൂലെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല 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 വരികളുള്ള അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിച്ചു കൊണ്ടിരിക്കും. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിച്ചിട്ട് കഴിയുന്നില്ല എന്ന് കണ്ടപ്പോ ബൂസിരിമാമിന് ബുർദ രചിച്ച് ബുർദയുടെ ആ ഒരു ഇത് കഴിഞ്ഞു, എഴുതാനുള്ള ഒരു തന്റെ പോയിന്റ് കഴിഞ്ഞ് അവസാനം ബൂസിരിമാം ഇങ്ങനെ ഒരു കവിത എഴുതി. സിനാൻമോന് കവിത മുഴുവൻ അറിയാം. ബുർദ 163 വരികളും കാണാതെ അറിയായിരിക്കുമല്ലോ അല്ലേ എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്. പിന്നെ അവർ കവിത എഴുതി ഫമബുലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു എന്നെഴുതി. എന്റെ ഏറ്റവും വലിയ ഇൽമു വെച്ചിട്ടുണ്ടെങ്കിൽ ഖുറാനിലെ ഫമബുലഹു മിനൽ ഇൽമ് എന്നുള്ള ഖുറാനിലെ ആയത്ത് കൊണ്ടാണ് അതിനേതാക്കിയത്. ഫമബുലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു എന്ന് ഏകദേശമൊക്കെ അറിയാം. അൽഹംദുലില്ലാഹ്. ഫമബുലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു എന്ന് എഴുതിയിട്ട് ബൂസീരി ഇമാമിന് ബാക്കി എഴുതാൻ കഴിയുന്നില്ല. അങ്ങനെ ബൂസീരി ഇമാം എന്താക്കി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് സ്വപ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി പറഞ്ഞു കൊടുത്തു. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന് ചൊല്ലിക്കൊടുത്തു. ഫമബലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു എന്ന് എഴുതിയിട്ട് ബൂസീരി ഇമാമിന് ബാക്കി കിട്ടാതായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അതുകൊണ്ടാണ് അതിന്റെ ജവാബിൽ ബുർദയുടെ ഓരോ വരിയുടെയും ജവാബിൽ ഇങ്ങനെ എഴുതിയത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്ത വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്നുള്ള ആ കവിതയിൽ നിന്ന് എടുത്തിട്ടാണ് ബൂസീരി ഇമാമിന്റെ ഈ കവിതയുടെ ജവാബ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഹൈറായ ആൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ ബൂസീരി ഇമാമിന്റെ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു മാസ്മരിക ശക്തിയുള്ള ഒരു കവിതയാണ് ബൂസീരി ഇമാമിന്റെ ബുർദ. അൽഹംദുലില്ലാഹ്. ഒരുപാട് സന്തോഷമുണ്ട് സിനാൻ മോൻ ഇങ്ങനെയൊക്കെ ആലപിച്ചതിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇതിന് എങ്ങനെ ആലപിക്കാനുള്ള ഒരു അതുപോലെ തന്നെ യുംനമോൾ പിറകിൽ നിന്ന് നല്ല സപ്പോർട്ടായിട്ട് യുംനമോൾ വന്നു. അൽഹംദുലില്ലാഹ്. നല്ല ബർക്കത്തിനെയും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഗാനങ്ങളുമായിട്ട് സിനാൻ മോൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ആളെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. നാലകത്ത് അബ്ദുറഹ്മാൻ ഉണ്ട്, അക്ബർ VP അക്ബർ ഉണ്ട്, KP സ്വാലിഹ് നേരത്തെ വന്നു പോയ ആളാണ്. ഇവരൊക്കെ ഉണ്ട്. ആ നാലകത്ത് അബ്ദുറഹ്മാൻ നേരത്തെ പാടിയല്ലോ അല്ലെ? അവരെ മൈക്കിലേക്ക് ക്ഷണിച്ചിട്ട് ഞാനും മൈക്കിലേക്ക് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എന്റെ പേര് ആയിഷ. ഞാനൊരു പാട്ട് പാടാം. വിദ്യ പഠിക്കുക കുട്ടികളെ, വിജയം നേടുക കുട്ടികളെ, കേട്ടു പഠിക്കുക കുട്ടികളെ, കണ്ടു പഠിക്കുക കുട്ടികളെ, വന്ദിക്കണം കുട്ടികളെ, ഗുരുവാക്കുകളെ കുട്ടികളെ, ലംഘിക്കരുതേ കുട്ടികളെ, ഗുരുവാക്കുകളെ കുട്ടികളെ. അസ്സലാമു അലൈക്കും. ഞാൻ എന്റെ അനിയൻക്ക് കൊടുക്കാം.
എന്താ അനിയനിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അനിയൻ പാടുന്നില്ലല്ലോ, അനിയൻകുട്ടി പാടുന്നില്ലല്ലോ, ആയിഷ മോളുടെ അനിയൻകുട്ടി പാടുന്നില്ലല്ലോ. അനിയൻകുട്ടി എന്തായാലും പാടണം. ഞാൻ മൈക്കിൽ ലിസ്റ്റ് ചെയ്യുന്നു. അബ്ദുറഹ്മാൻ ഒരിക്കൽ കൂടി മൈക്കിൽ വന്നിട്ട് ആയിഷ മോളുടെ അനിയൻകുട്ടിക്ക് പാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. പാടുന്നില്ലേ? 2 വയസ്സുള്ള കുട്ടിയാ? പഠിച്ചോനെ. എന്നാ ഇൻഷാ അല്ലാഹ് ഇനി പാടുമായിരിക്കും അല്ലേ? ഇനി ഉള്ള കാലങ്ങളിലൊക്കെ പാടുമായിരിക്കും. ഇൻഷാ അല്ലാഹ് അക്ബർ VP അക്ബറിനെ മൈക്കിലേക്ക് വിളിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്താണ് പ്രശ്നം? അക്ബർ VP അക്ബർ മൈക്കിൽ എടുത്തിട്ട് അവർ തമ്മിൽ തല്ലിവിടാണല്ലോ, കുട്ടികൾ തമ്മിൽ ഞാൻ ആദ്യം പാടാന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങള് പിണങ്ങിയോ? കുട്ടികളെ പിണങ്ങിയോ? ചെറിയ കുട്ടിക്ക് ആദ്യം മൈക്ക് കൊടുക്കണം. അക്ബർ VP അക്ബർ ചെറിയ കുട്ടിക്ക് ആദ്യം മൈക്ക് കൊടുക്കണം, എന്നിട്ട് മതി വലിയ കുട്ടി. അല്ലേ സാജി അംദിസാദെ? അല്ലേ? എന്നിട്ട് മൈക്ക് മതി, വലിയ കുട്ടിക്ക് മതി. ഓക്കെ, നിങ്ങൾ മൈക്കിൽ വരൂ. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ ഹന്ന. ഞാനൊരു പാട്ട് പാടാം. കബറെന്ന ഈരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. കബറെന്ന ഈരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. ഈ സത്യം മറക്കല്ലേ, മരണമുണ്ടെന്നുറപ്പല്ലേ. മണ്ണാലെ സൃഷ്ടിച്ച നാം മണ്ണിൽ ചേർന്നിടും. കബറെന്ന ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. ഈ കൊച്ചു ജീവിതം തീർന്നിടും, നമ്മൾ മൗത്തിന്റെ കലം കേട്ടിടും. ചങ്കില റൂഹും നിലച്ചിടും, നിന്റെ ചങ്കുള്ള പൂമേനി ചിതളാകും. നിശ്ചയമീ നിയമത്തിൽ നിട്ടൊഴിവുള്ള ആരുമില്ല. എല്ലാരും നിജമായി കണ്ണടച്ചിടും. കബറെന്ന ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയം നീടും പേടിയായിടും. പരലോകത്തെത്തിയാൽ പുനർജനിക്കും, നമ്മൾ പടച്ചോന്റെ സുവാലിൽ വിറക്കും.
പടപ്പിന്റെ കർമ്മങ്ങൾ വിസ്തരിക്കും. തെറ്റുകുറ്റങ്ങളൊക്കെ നാം സമ്മതിക്കും. പരലോകത്തെത്തിയാൽ പുനർജനിക്കും. നമ്മൾ പടച്ചോന്റെ സുവാലിൽ വിറക്കും. പടപ്പിന്റെ കർമ്മങ്ങൾ വിസ്തരിക്കും. തെറ്റുകുറ്റങ്ങളൊക്കെ നാം സമ്മതിക്കും. ഫലമില്ല ആ സമയത്തൊരു നീണ്ടൊടിച്ചാരെ കേടങ്ങളൊന്നും വാങ്ങിടും റബ്ബിൻ കിതാബ് കാഠിന്യമേറിയിടും. കബറെന്ന ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. ചിന്തിച്ച് കൂടേണം മുന്നിക്കറിയണം. മണ്ണാന്റെ അറിയിപ്പ് ഓർക്കേണം. നാളെ തറവാട് ഖബറാണ്. ചിന്തിച്ച് കൂടേണം. നന്മ മുന്തിച്ച് കഴിയണം. മണ്ണാന്റെ അറിയിപ്പ് ഓർക്കേണം. നാളെ തറവാട് ഖബറാണെന്നറിയണം. അള്ളാന്റെ സൂക്ഷ്മ നിരീക്ഷണം നമ്മളിലെല്ലാം നിമിഷം വിടാതെ അറിഞ്ഞിടൂ. അത് പടിയായി ജീവിതമാക്കിയിടൂ. കബറെന്ന ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. ഞാൻ വേറൊരു പാട്ടും കൂടി പാടാം. ഷാഹിദരെ ഷഹീദരെ ഇബ്രാഹിം ബാദുഷ ശൈഖവരെ കുഫിറിനു തീർപ്പട വെട്ടിയ താജ ഉരുക്കൊടുത്തൊരു പ്രിയ റോജ. ഷാഹിദരെ ഷഹീദരെ ഇബ്രാഹിം ബാദുഷ ശൈഖവരെ കുഫിറിനു തീർപ്പട വെട്ടിയ താജ ഉരുക്കൊടുത്തൊരു പ്രിയ റോജ. മുത്തു റസൂലിനെ ചേർത്തിക്കാൻ ശ്രുതം നിർവത്ത് ചെയ്തു വലിയുള്ള. മുത്തു റസൂലിൻ ചേർത്തിക്കാൻ ശ്രുതം നിർവത്ത് ചെയ്തു വലിയുള്ള. ആ മഹപ്രദവിൻ പൂമൊഴി കേട്ടവർ അണവായി ദീനിൽ വരവായി. ആ മഹപ്രദവിൻ പൂമൊഴി കേട്ടവർ അണവായി ദീനിൽ വരവായി. ഷാഹിദരെ ഷഹീദരെ ഇബ്രാഹിം ബാദുഷ ശൈഖവരെ കുഫിറിനു തീർപ്പട വെട്ടിയ താജ ഉരുക്കൊടുത്തൊരു പ്രിയ റോജ. എർവതിയെന്നും മേടിൽ രചിക്കുവാൻ കാരണമായൊരു ബാദുഷയെ. എർവതിയെന്നും മേടിൽ രചിക്കുവാൻ കാരണമായൊരു ബാദുഷയെ. ഏകയിലായിറേറിയ നേരവും അമലുകളെത്തിച്ച ശൈഖോരെ. ഏകയിലായിറേറിയ നേരവും അമലുകളെത്തിച്ച ശൈഖോരെ. ഷാഹിദരെ ഷഹീദരെ ഇബ്രാഹിം ബാദുഷ ശൈഖവരെ കുഫിറിനു തീർപ്പട വെട്ടിയ താജ ഉരുക്കൊടുത്തൊരു പ്രിയ റോജ. സർക്കർമദാദി സന്മാർഗം കാട്ടി ഇൽമിസനേതും തിരികത്തി. സർക്കർമദാദി സന്മാർഗം കാട്ടി ഇൽമിസനേതും തിരികത്തി. സ്നേഹനിലാവായി ദീനിൻ സിറാജായി മഷൂറായി ബാദുഷ മുറുസലവർ. സ്നേഹനിലാവായി ദീനിൻ സിറാജായി മഷൂറായി ബാദുഷ മുറുസലവർ. ഷാഹിദരെ ഷഹീദരെ ഇബ്രാഹിം ബാദുഷ ശൈഖവരെ കുഫിറിനു തീർപ്പട വെട്ടിയ താജ ഉരുക്കൊടുത്തൊരു പ്രിയ റോജ. അസ്സലാമു അലൈക്കും. എന്റെ കാക്കാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. എന്റെ കാക്കാക്ക് ബുദ്ധിയും നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله تعالى وبركاته. اللهم اشفه شفاء تاما لا يغادر سقما ولا ألما.
മാഷാ അല്ലാ ഹന്നമോള് ഒരുപാട് ഗാനങ്ങൾ പാരവെച്ചിട്ടല്ലേ, ഒരുപാട് അവസാനം മോള് കുഴങ്ങി വന്നിട്ടുണ്ട്. ശബ്ദം ഇങ്ങനെ ഇടർന്ന മാതിരി തോന്നി, ലാസ്റ്റ് ശബ്ദം കുരക്കുകയൊക്കെ ചെയ്തു. മാഷാ അല്ലാ പാവം നമ്മളെ കൂട്ടത്തിൽ ഇത്രയും അധികം ഗാനങ്ങളൊക്കെ ആലപിച്ചതിനുള്ള ഒരു സൽക്രമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നല്ല പാട്ടുകളായിരുന്നു, എല്ലാം നല്ല പാട്ടുകളായിരുന്നു അല്ലേ. ഖബറിനെ കുറിച്ചിട്ടുള്ള പാട്ടുപാടി, ഓരോ ദുആകളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ, ഓരോ പാട്ടുകളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ നല്ല പെർഫോമൻസ് ആണ്. അന്നമോള് പോയാ ഉണ്ടല്ലേ, ഏർവാടി ശ്രോതാക്കളെ വർക്കത്ത് കൊണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് അല്ലേ അൽഹംദുലില്ലാ. പിന്നെ മോൻ ഇക്കാകക്ക് എന്താ പ്രശ്നം എന്ന് ബുദ്ധിന്റെ പ്രോബ്ലം ആണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ. اللهم اشفي أنت الشافي لا شفاء إلا شفاءك شفاء تاما لا يغادر سقما ولا ألما اللهم أذهب البأس رب الناس اشفي أنت الشفاء اشفي أنت الشافي لا شفاء إلا شفاك شفاء تاما لا يغادر سقما ولا ألما. എല്ലാവരും എപ്പോഴും വേണ്ടി എൻ്റെ മോളുടെ ഇക്കാകക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ദുആ ചെയ്യും. മോളും അതുപോലെ തന്നെ മോളും കുടുംബമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത മുജീബുർ റഹ്മാൻ യൂണിവേഴ്സിറ്റി അല്ലേ, മുജീബുർ റഹ്മാൻ യൂണിവേഴ്സിറ്റി മൈക്കിൽ വരും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമലൈക്കും. എന്റെ പേര് നിത ഫാത്തിമ, UKG പഠിക്കുന്ന. ഞാൻ പാട്ട് കാണാൻ പോകുന്നു. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നബിയുടെ ബാപ്പാന്റെ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, ജനനം പുണ്യം